നമ്മുടെ കേരളത്തിലെ 2 കന്യാസ്ത്രീ സഹോദരിമാരാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്നത്. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയ്ക്ക് ചെല്ലുമ്പോഴാണ് 10-15ഓളം വരുന്ന ഗുണ്ടാ സംഘങ്ങൾ ബജരംഗ് ദളിന്റെ പേരിൽ അവിടെ വരികയും അവർ മതപരിവർത്തനം നടത്തുന്നു, ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ബഹളം വെച്ച് ഒച്ചയുണ്ടാക്കിയത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഒഡീസയിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം, കന്യാസ്ത്രീ വേട്ട, അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇതൊരു നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഓരോ വിശ്വാസിക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച്, ഓരോ പൗരനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാനും വേഷം ധരിക്കാനും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്താൻ അവകാശം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇത് ഇവരുടെ DNA അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്, ക്ലിയറായ DNA ആണ്. അതനുസരിച്ച് കുറച്ചു പേർക്ക് മാത്രം ജീവിക്കേണ്ട ഒരു ഇന്ത്യയാണ് ഇവരുടെ കാഴ്ചപ്പാട്. അതിൽ ദളിതരില്ല, അതിൽ പട്ടികവർഗക്കാരില്ല, പിന്നോക്കക്കാരില്ല, അല്ലെങ്കിൽ മറ്റു പാവപ്പെട്ടവരായ ജനറൽ കാസ്റ്റ് ഇല്ല. ഇവർക്കുള്ളത് വേറെ ഒരു DNA ആണ് ഇവരെ വർക്ക് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി രാജ്യത്ത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം വരും, പാർലമെന്റിൽ അകത്ത് വരും.